ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വാഴയിലയിൽ എങ്ങനെയാണ് അയല പൊള്ളിച്ചെടുക്കുന്നത് എന്നൊന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 5 അയലയാണ് എടുത്തിരിക്കുന്നത്. കഴുകി നന്നായി വരഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇടത്തരം അയലയാണ്. ഇനി നമുക്കൊരു പാത്രം എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വിനാഗിരി നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിലേക്ക് വിനാഗിരി ഒഴിക്കുന്നത് നേരിട്ട് ഒഴിച്ചാൽ കൂടുതലാവും, അതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സാക്കി നമുക്ക് ഓരോ അയലയും എടുത്ത് ഇതിൻ്റെ മീതേക്കൊന്ന് പുരട്ടി കൊടുക്കാം. അയലയുടെ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. രണ്ടാമത്തെ അയലയും നമുക്ക് ഇതുപോലെ എടുത്ത് മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ 5 അയലയും നമുക്ക് മസാല തേച്ച് കൊടുക്കാം. നന്നായി തന്നെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ അയല ഇവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് അടുപ്പിലേക്ക് പാൻ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് ഓരോ അയലയും എടുത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ 5 അയലയും നമുക്ക് ഈ പാനിൽ വെച്ച് നിരത്തി കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ അയല ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗവും നന്നായി വേവട്ടെ. അതിനായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ 5 അയലും മറിച്ചിട്ടതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അയല നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. അയല കോരിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ അയല ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്കുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട്. അത് നമുക്ക് എടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്കൊരു 7 ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളിയും അല്ലിയും 2 പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് നമ്മുടെ മീൻ പൊരിച്ചെടുത്ത നമ്മുടെ പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ പാൻ നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് വളരെ കനം കുറച്ച് അരിഞ്ഞ് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് സ്വല്പം ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. 2 സെക്കൻഡ് ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ആ പേസ്റ്റ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചെറുതായി അരിഞ്ഞത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന്
നന്നായി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ഒരെണ്ണം വളരെ കനം കുറച്ചരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്ക് ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. 2 സെക്കൻഡോളം ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് നമുക്കിട്ട് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് തക്കാളിയൊക്കെ കയ്യിൽ വെച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇവിടെ നന്നായി പേസ്റ്റ് പരുവത്തിൽ വരാനായിട്ടാണ് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത് അരിച്ചതാണിത്. ഇത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ഒഴിച്ചതിന് ശേഷം നന്നായി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളിയും മസാലയും എല്ലാം നന്നായി ഒന്ന് ഉടഞ്ഞു വരാനായി നമുക്ക് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുത്ത് തീ ഓഫ് ചെയ്യാം. മസാല എല്ലാം റെഡിയായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്ത് നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് നമ്മുടെ വാഴയിലയൊന്ന് വാട്ടിയെടുക്കാം. ഇങ്ങനെ ഞാൻ 2 വാഴയിലയാണ് ഇവിടെ വാട്ടിയെടുത്തിരിക്കുന്നത്. വാഴയില കെട്ടാൻ ആവശ്യമായ നാരും വാഴനാരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വാഴയില ഇതുപോലെ വാട്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വാഴയില എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് നമ്മൾ വേവിച്ചെടുത്ത മസാല നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. മസാല നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊരിച്ചെടുത്ത നമ്മുടെ അയല ഒന്ന് വച്ച് കൊടുക്കാം. അയലയുടെ മുകളിലും നമുക്ക് മസാല ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. തവി വെച്ച് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും മസാല ആക്കിയതിന് ശേഷം നമുക്ക് ഈ വാഴയില ഒന്ന് കെട്ടേണ്ടതുണ്ട്. 2 ഭാഗവും ഇതിൻ്റെ ഉള്ളിലേക്കാക്കി 2 സൈഡും ഒന്ന് മടക്കി നമുക്ക് വാഴ നാര് കൊണ്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ ഞാനിവിടെ എല്ലാ മീനും മസാലയിൽ വെച്ച് വാഴയില കൊണ്ട് കെട്ടിക്കൊടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ എൻ്റെ 5 അയലയും മസാല തേച്ച് റെഡിയാക്കി വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ അയലയാണ് ഞാൻ നിങ്ങളെ മസാല തേച്ച് ഇങ്ങനെ വാഴയിലയിൽ കെട്ടി കാണിച്ചു തരുന്നത്. ഇതുപോലെയാണ് കെട്ടിക്കൊടുക്കേണ്ടത്. ഇനി ഒരു കുഴിയുള്ള പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത അയല നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാ അയലപ്പൊതിയും നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 സെക്കൻഡ് വെക്കാം. 2 സെക്കൻഡ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം നമുക്ക് ഈ വാഴയിലയിൽ വെച്ച മീനിൻ്റെ ഈ പൊതി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ മീനിൻ്റെ പൊതിയും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും മൂടി വെച്ച് നമുക്കൊരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് തുറക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓരോ പൊതിയും എടുത്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിന്ന് ഇതിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ടാണ് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നത്. തീ ഓഫ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 2 എണ്ണം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് തുറന്ന് നോക്കാം. ബാക്കിയുള്ളത് നമുക്കിവിടെ മൂടി വെക്കാം. ഞാനിതാ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് ചൂടോടെ തന്നെയാണ് ഈ വാഴയില പൊടിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച നമ്മുടെ അയല. വളരെ രുചികരമായ ഈ അയല പൊള്ളിച്ചത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്ക്.